അപ്പച്ച അമ്മച്ചി അപ്പച്ച അമ്മച്ചി. എന്റെ കൊച്ചുപോലാണോ അതോ സുരേഷ് ഗോപിയുടെ കൊച്ചുപോലാണോ വന്നിരിക്കുന്നത്? മിനിമം വന്നു. വിളിക്കാൻ വന്നു. നെല്ല് വിളിക്കാനല്ല, അപ്പച്ചന്റെ മിനിമം വന്നു. നീ എവിടെ പോവാ? ഗൾഫിൽ. ഓ ഇപ്പൊ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചെന്നെ. ഗൾഫിൽ പോന്ന് പറഞ്ഞിട്ട് മോന്റെ പെട്ടി പ്രമാണമൊക്കെ എന്തി? അത് നിന്നോവയുടെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. എന്താ ഞാൻ വന്ന വണ്ടി നിന്നോവ. മക്കളെ അത് നിന്നോവയല്ല, ഇന്നോവാ. അതിന്റെ മണ്ടയ്ക്ക് പെട്ടി വെച്ച് കെട്ടിയേക്കോ. എത്ര പെട്ടി ഉണ്ടോ? ഒരു പെട്ടിയുള്ളൂ. ഒരു പെട്ടി ഉണ്ടെങ്കിൽ വണ്ടി അകത്ത് വെച്ചിട്ട് പോയാൽ പോരായിരുന്നു? അയ്യോ അത് പറ്റത്തില്ല. വണ്ടിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഞാൻ മഞ്ഞ പ്ലാസ്റ്റിക് ആയിട്ട് വരിഞ്ഞ് കെട്ടി അങ്ങ് വരുവാ. കാണുന്നവർ മനസ്സിലാക്കണം ബിരുക്കുട്ടൻ ഗൾഫിൽ പോവാന്ന്. അപ്പൊ ഞാൻ പെട്ടി എടുത്ത് വട്ടിക്കകത്ത് വെച്ചിട്ട് നിനക്ക് പട്ടിയുടെ പുറത്ത് കവച്ചിരിക്കത്തില്ലായിരുന്നു? അപ്പച്ചൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെ വരത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇവൻ വിമാനത്തിനകത്ത് നിന്ന് കയറുമെന്ന്. വിമാനത്തിന്റെ പുറത്ത് കവച്ചിരുന്ന് പോവും. നിന്നെ കടൽക്കാക്ക കുത്തി തറയിലിടും ഇവരെ. ഈ പാലിന് കൊടുത്തില്ലാത്ത പാലിന്റെ പുറത്ത് ബെൽറ്റ് ഇട്ട് വെച്ചേക്കത്തെ. ബെൽറ്റിന് കൊടുത്തോണ്ടല്ലോ. കാശ് കൊടുത്ത് വാങ്ങിച്ച ബാൻഡ് ഹോളിലെന്നും പറഞ്ഞ് ബെൽറ്റ് വീട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞ ആൾക്കാർ കാണും. നാണം കേടാ, അത് അഴിച്ചുകളാ. കളയത്തില്ല. ഞാൻ ഗൾഫിൽ ചെന്നിറങ്ങുമ്പോ എന്നെ 10 പേര് നോക്കണം. 10 പേരുള്ള അല്ല, അവിടെയുള്ളവരെല്ലാം നിന്നെ ഇങ്ങനെ നോക്കി. ഈ വികൃത ജീവി എവിടുന്ന് വന്നാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ കാലിട്ട് എന്ത് ഒരു വെപ്രാളോ എന്റെ കുഞ്ഞ്. എന്താടാ? അതെ, ആദ്യമായിട്ട് ഷൂസ് ഇടുവല്ലേ, പുതിയ ഷൂ ആണേ, ചെറുതായി പോയി. ഷൂ എന്ന് പറയുമ്പോ ചെറുതാ. ഷൂ ചെറുതായി പോയി. അതിനിപ്പോ പൊളക്കത്തെ കാലിട്ട് ഇത് ഈ ചെറിയ സഞ്ചിക്കകത്ത് ഇഞ്ചി കുത്തിക്കെട്ടി തിരികെ വെച്ചേക്കുന്ന പോലെ വിരലിനകത്ത് ഇരിക്കുന്നത്. വേറെ വല്ല പരിപാടി നോക്കാം. പാറയിരിപ്പുണ്ടോ അല്ലേ? പാറചെരിപ്പിട്ടോണ്ട് ഗൾഫിൽ പാലം കണ്ടില്ലേ? ഞാൻ അറിഞ്ഞ 3 ഷൂ ഇട്ടോണ്ട് പോയതായിരുന്നു. പറഞ്ഞ കേട്ടില്ലയോ? നിങ്ങൾ കൂടുതൽ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണം കുഞ്ഞിന് ഗൾഫിൽ പോകാൻ പറ്റാഞ്ഞത്. അതൊരു ഗൾഫ് എടുത്ത് ഞാൻ എന്റെ മടി വെച്ചേക്കുമായിരുന്നു. വീട്ടുപേരെന്തോ വെച്ച് വെക്കുന്നതെന്ന് അറിയാമോ? എന്നെ കൊണ്ട് കൂടുതൽ സംസാരിക്കരുത് കേട്ടോ. അതന്നെ ഒരു കുടുംബ പേരുണ്ടാക്കി വെച്ചേക്കോ. ആ പാസ്പോർട്ട് കിട്ടുന്നത് മൊത്തം അങ്ങ് തെറ്റി പോവായിരുന്നു. എന്താ കുഴപ്പം? നമ്മുടെ വീട്ടുപേരെന്തുവാ? അടയ്ക്കാമൂട്ടിൽ താഴത്തേതിൽ. എന്റെ പപ്പ ഒരു വീട് വെച്ചപ്പോ അപ്പച്ചൻ പറഞ്ഞില്ലയോ ഈ കുടുംബ പേര് തന്നെ വീടിന് വിട്ടാ മതിയെന്ന്? നിന്റെ പപ്പ എന്റെ മോനാ. അവനോട് ഞാൻ പറഞ്ഞു നീ തിരുവല്ല വീട് വെക്കുമ്പോൾ ഈ വീട്ടുപേര് തന്നെ അവിടെ ഇട്ടാ മതിയെന്ന്. അതിന് വന്ന കുഴപ്പം എന്തുവാ? എന്തോടാ? എന്റെ ആധാറിനകത്തും അടയ്ക്കാമൂട്ടിൽ താഴത്തേതിൽ നിന്നും സർട്ടിഫിക്കറ്റിനകത്ത് താഴത്തെ മൂട്ടിൽ അടയ്ക്കാന്നു. ഈ പാസ്പോർട്ട് വന്നപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അങ്ങനെ കേറി ഇറങ്ങി ഞാൻ ഒരു വിധത്തിൽ ശരിയാക്കി പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ട് കൊടുത്തപ്പോ എന്തോ വിഷയം, മൂട്ടിൽ അടക്കയില്ല. പിന്നെ ഞാൻ കേറി ഇറങ്ങി പഞ്ചായത്തിലും വില്ലേജിലും പാസ്പോർട്ട് ഓഫീസിലും കേറി മൂട്ടിലെ അടയ്ക്ക ശരിയാക്കി വർഷങ്ങളെടുത്തു. വർഷം ഞാൻ കേറി ഇറങ്ങിയ വർഷം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അടയ്ക്ക വെച്ചായിരുന്നു. ആ അടയ്ക്ക വിറ്റ് എനിക്ക് ജീവിക്കായിരുന്നു. എന്റെ പേരിടണമായിരുന്നു ബിനുമില്ല. ഓ നീ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ബിനു ഇല്ല. പിന്നെ ബിനു ഭവൻ നിർത്തില്ലായിരുന്നു. ബിനു ഭവൻ നിരാൻ തന്നെ കാരണമുണ്ട്. ബിനു ഭവൻ ആ വീടിന് പേരിട്ട് ഞാൻ ആ ഭവനം മൂടിയും. ഇവനെ പ്രസവിച്ച് 3-ാം പക്കം ഇവന്റെ അച്ഛൻ എന്റെ മോൻ വണ്ടിയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. അത് കഴിഞ്ഞ് ഇവന് മാമോദീസ വെക്കാൻ വേണ്ടി പള്ളിയിൽ ചെന്നപ്പോ പള്ളിയിലെ കിണറങ്ങ് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇവര് ആദ്യ കുർബാനയ്ക്ക് ചിക്കനും പൊറോട്ടയും കൊടുത്തപ്പോൾ ജോസുകുട്ടിയുടെ തൊണ്ടയ്ക്ക് ചിക്കന്റെ കാല് കയറി കുടുങ്ങി. അത് കഴിഞ്ഞ് ഇവന് 5 വയസ്സുള്ളപ്പോൾ പദയാത്രയ്ക്ക് എന്റെ കൂടെ വന്നു. ഇവന് നടക്കാൻ പറ്റത്തില്ലെന്നുണ്ട് എന്നെ ഏണത്ത് കയറി ഞാൻ നടന്ന് എന്റെ വായിക്കൂടെ പദയം നുരയും വന്നു. അങ്ങനെ നാശമായിട്ടൊക്കെ തീർക്കട്ടെ. ഇവരെ ഗൾഫിൽ വിടുന്ന കാര്യം കൊണ്ടുപോട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിങ്ങോട്ട് ഞാൻ വരത്തില്ലായിരുന്നു. അപ്പച്ചൻ അമ്മ ഇവിടെ വന്ന് അപ്പച്ചന് അനുഗ്രഹം വാങ്ങിക്കാൻ പപ്പ പറഞ്ഞു വിട്ടു. അതുകൊണ്ടാണ്. അത് പോട്ടെ. എന്റെ പൊന്നു മക്കൾ വല്ലതും കഴിച്ചായിരുന്നോടാ? ഞാൻ വീട്ടിൽ നിന്ന് വയറ് നിറച്ചും കഴിച്ചു എന്ന് പറഞ്ഞു ഇവിടുന്ന് കഴിക്കാതിരിക്കത്തില്ല. മൊത്തം എടുത്തു. ഞാൻ പൊന്നിന് പോയി കല്യാണം കഴിച്ചിട്ട് 3 മാസമായുള്ളൂ. 3 മാസമായി. പറഞ്ഞ ഗൾഫിലോട്ട് പോവാ. അപ്പൊ അവിടെ പശുവുണ്ട്, റബ്ബറുണ്ട്, വീടുകളെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. നീ പോയി കഴിയുമ്പം വീടിന്റെ കാര്യം ആര് നോക്കും? എന്റെ ഭാര്യ ഗ്രേസ് നോക്കും. അപ്പൊ പശുവിന്റെ കാര്യം ആര് നോക്കും? അത് അവള് നോക്കിക്കോളും. അപ്പൊ തോട്ടത്തിന്റെ കാര്യം ആര് നോക്കും? അതും അവള് നോക്കിക്കോളും. നീ പോയിട്ട് എന്നാ തിരിച്ചു വരുന്നേ? 5 കൊല്ലം കഴിയും. അപ്പൊ പിള്ളേരുടെ കാര്യമോ? അത് അവള് നോക്കിക്കോളും. അവള് പിടിക്കാൻ അവള് നോക്കുക. 5 കൊല്ലം തിരിച്ച് വന്നിട്ട് മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. നീ കല്യാണം കഴിച്ച അപ്പച്ചൻ അന്ന് കല്യാണത്തിന് വന്നേ ഉള്ളൂ. അപ്പച്ചൻ എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്റെ കടം വാങ്ങിച്ചു കൊടുക്കാണ്ട് നാട്ടുകാർ. അതല്ലേ നീ കല്യാണം കഴിച്ചത് എവിടെയായിരുന്നു? മല്ലപ്പള്ളി വീട്ടുകാർക്ക് എങ്ങനെയുണ്ടാ? ഭയങ്കര പണക്കാരാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പിന്നെ അവർ ക്രിസ്മസിന് കരോളുകാർ വന്ന വാതിൽ തുറക്കും, ലൈറ്റ് വിടും. അങ്ങനത്തെ ആൾക്കാരാ. പൈസയും കൊടുക്കും. നമ്മൾ ചെയ്യത്തില്ല. അപ്പം കട്ടലിൽ കയറി കഥ അടയ്ക്കത്തില്ല.